ഇന്ന് കേരളത്തിൽ ഡൈവേഴ്സിൻ്റെ നിരക്ക് വളരെ കൂടുതലാണ്. അതായത് ഏകദേശം വർഷത്തിൽ 1,00,000 സംതിങ് വിവാഹങ്ങൾ നടക്കുന്നു. ഏകദേശം 30,000-ഓളം ഡൈവേഴ്സ് പെറ്റീഷൻ കോടതികളിലേക്ക് വരുന്നു. ഏകദേശം ശതമാനം എന്ന് പറയുന്നത് 3-1 പേര് ഡൈവേഴ്സ് ആകുന്നു എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതായത് 3-1 വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുന്നു എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ഈ അടുത്തടുത്ത് വന്ന ഒരു കുടുംബ കോടതിയിലെ ഒരു ജഡ്ജിയുടെ കൗൺസിലിങ് പറയാം. അതിനുശേഷം നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഭാര്യ ഭർത്താവ് കട്ടയ്ക്ക് നിൽക്കണം. കല്യാണം കഴിഞ്ഞ ഒരു 10-15 വർഷമായി. അപ്പോഴാണ് ഡൈവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജി പരമാവധി പറഞ്ഞിട്ടും ഈ ഭാര്യയും ഭർത്താവും ഡൈവേഴ്സ് തന്നെ വേണം പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കണം. അപ്പോൾ ലാസ്റ്റ് കൗൺസിലിംഗ് എന്ന നിലയ്ക്ക് ജഡ്ജി രണ്ടുപേരെയും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേംബറിലേക്ക് വിളിച്ചു. ആദ്യം ഭാര്യയെ വിളിച്ചത്. ഭാര്യയുടെ അടുത്ത് ജഡ്ജി ചോദിച്ചു, നിങ്ങൾ നല്ലൊരു നായിനെ വളർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവാക്കേണ്ടി വരും? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു നല്ലൊരു നായിനെ വളർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 15,000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നായിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? നായി നല്ല കാവൽ കിടക്കും, എല്ലാവരും വീട്ടിലൊരു സുരക്ഷിതമാണ്, വല്ലതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മിണ്ടാണ്ട് കടന്നോളും, അതാണല്ലോ നായിൻ്റെ ഉപയോഗം. ജഡ്ജി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് ജഡ്ജി പറഞ്ഞ പൊരുള് ആ സ്ത്രീക്ക് മനസ്സിലായത്. ആ സ്ത്രീ നേർത്തൊരു പുഞ്ചിരി. അതിനുശേഷം ഭർത്താവിനെ വിളിച്ചു, ചേംബറിലേക്ക് വിളിച്ചു. ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ പണിക്ക് ഒരാളിനെ വീട്ടിൽ വെക്കുകയാണ് പറഞ്ഞാൽ എത്ര രൂപ വരും? അയാൾ പറഞ്ഞു, ഏകദേശം 15,000-20,000 രൂപ വരും. അപ്പോൾ ജഡ്ജി വീണ്ടും ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ഭക്ഷണം വെക്കാനൊക്കെ ഒരാളിനെ നിയമിക്കുകയാണ് പറഞ്ഞാൽ എത്ര രൂപ വരും? അദ്ദേഹം പറഞ്ഞു, ഏകദേശം ഇത്ര തന്നെ വരും. അപ്പോൾ ജഡ്ജി ചോദിച്ചു, ശരി, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കൂടി, കോടതി കൂടി. രണ്ടുപേരുടെ ചോദിച്ചു, നിങ്ങൾക്ക് ഡൈവേഴ്സ് വേണോ? രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പുറത്തു പോയി. അതായത് ഒരു നല്ലൊരു നായിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000-20,000 രൂപ വരും. മനസ്സിലായ? സ്ത്രീകളോട്. പുരുഷന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് ഇപ്പോൾ ഒരാളെ നിർത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫുഡ് ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 15,000-20,000 രൂപ വരും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഡൈവേഴ്സ് ആവശ്യമാണോ? അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ